മാഡം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഏയ്, അവിടെ മിണ്ടായിരിക്കടി. മാഡം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ വൈശാലിയല്ല, വൈദേഹിയാണ്, ദേവന്റെ ഭാര്യ. പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക. മിണ്ടരുത്. ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. വളരെ വലിയ ചതിയാ നടന്നിരിക്കുന്നത്. വീട്ടിലുള്ളവർ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഒരു വലിയ കള്ളത്തരം സത്യമാണെന്നും സത്യം കള്ളത്തരമാണെന്നും വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൈശാലിയല്ല. വാ തുറക്കരുത്. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ. എന്റെ അടുത്ത് വേണ്ട നിന്റെ ഈ വക അഭ്യാസങ്ങള്. കല്യാണം കഴിച്ച് ഭർത്താവിനെ പിടിച്ചില്ലെങ്കിൽ ഉടനെ കൊന്നുകളയാം, എന്നിട്ട് മറ്റൊരുത്തനെ സെലക്ട് ചെയ്യാം. അല്ല മാഡം, ഞാൻ അങ്ങനെയുള്ള സ്ത്രീ അല്ല. എനിക്കും ആ കൊലപാതകത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മാഡം. എന്നെ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൊട്ടാരം വീട്ടിലെ ദേവന്റെ ഭാര്യ വൈദേഹിയാണ്. നീ ശരിക്കും വൈദേഹിയാണെങ്കിൽ താലി കെട്ടിയ ഭർത്താവിന് നിന്നെ തിരിച്ചറിയാതിരിക്കോടി? വീട്ടിലുള്ള ആരെങ്കിലും തിരിച്ചറിയില്ലേ? എന്ത് ചെയ്യാനാ മാഡം, എന്റെ തലയിലെടുത്ത് അങ്ങനെയായിപ്പോയി. ആരോ എവിടെയോ ഇരുന്ന് കളിക്കുന്ന കളിക്ക് എന്റെ ജീവിതം ബലിയാടായിക്കൊണ്ടിരിക്കുക. ജീവിച്ചിരിക്കുന്ന ചന്ദ്രിക മരിച്ചു പോയെന്ന് എല്ലാരും പറയുന്നു. തെളിയിക്കാന്ന് പറഞ്ഞിട്ട് അതിനാരും സമ്മതിക്കുന്നില്ല. മരിച്ചു പോയത് ഞാനാണെന്ന് വിശ്വസിച്ച് എന്റെ ഭർത്താവ് അമേരിക്കയിലേക്ക് തിരിച്ചു പോവാ. ദയവ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യരുത് മാഡം. പിന്നെന്താ, നിന്നെ അങ്ങ് വിട്ടയക്കണോ? എന്റെ ബലമായ സംശയം നിന്റെ അടുത്ത ടാർഗറ്റ് ദേവനാണെന്നാ. ഇനി അവന്റെ ഭാര്യ ആവാനുള്ള വല്ല മോഹം ഉണ്ടോ? ഇനി നിന്റെ ഭർത്താവിനെ കൊന്ന പോലെ ദേവന്റെ ഭാര്യയെ കുത്തിക്കൊന്നതും നീ തന്നെയാണോ മോളെ? അങ്ങനെയൊന്നും പറയല്ലേ മാഡം. സത്യം നിനക്ക് മാത്രല്ലേ അറിയൂ. അത്യാഗ്രഹം മൂത്താ പെണ്ണ് ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല. അങ്ങനെ ചെയ്തത് ഞാനല്ല മാഡം, ആ ചന്ദ്രികയാണ്. ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത് എന്താ? ദേവിയത് മാഡം, എന്നെ കുറച്ച് സമയത്തേക്കൊന്ന് വിട്ടയക്ക്. ഞാൻ ആ ചന്ദ്രിക മാഡത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. അയ്യോ, അതിനെന്താ, ഉടനെ വിട്ടേക്കാലോ. കോടതിയിലേക്ക്. നീ ചെയ്ത കൊലപാതകത്തിനുള്ള ശിക്ഷ കോടതി വിധിച്ചോളും. എന്നിട്ട് ജയിലഴികൾ എണ്ണിക്കൊണ്ട് അവിടെ കിടക്കുമ്പോ അവിടെയുള്ളവരോട് പറയതൊക്കെ. ഡ്രൈവറെ, വണ്ടി സ്പീഡാക്ക്. എന്റെ ശ്രീരാമ, എന്റെ സത്യാവസ്ഥ ഞാൻ എങ്ങനെയാ തെളിയിക്കുക? ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു വഴി കാണിച്ചതാ. ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്ക് രാമ. അതിരിക്കട്ടെ ദേവൻ സാറേ, ദേവൻ സാറേ. ഭാര്യ പോയ വിഷമത്തിൽ
ഏത് മൂലക്കിരുന്ന് മോങ്ങുന്നുണ്ടാവോ? ആരാ? എന്താ വേണ്ടേ? ദേവൻ സാറിനത് കാണായിരുന്നു. ദേവാ, സാർ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. താങ്ക് യു കുമാർ. ദേവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ഊർമിള, ഫ്ലൈറ്റ് കേറുന്നവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിന്ന ദേവന് സമാധാനായിട്ട് ഇവിടുന്ന് പോവാൻ പറ്റുമോ? ഇനി പോയാലും പോകുന്നിടത്ത് മനസമാധാനം കിട്ടുമോ? അത് ശരി ഊർമിള. മാത്രമല്ല ദേവൻ ഇവിടെ നിന്നാലേ വൈദേഹിയുടെ സാദൃശ്യമുള്ള ആ പെണ്ണെ ദേവന്റെ പുറകെ തന്നെ നടന്നാലാ അത് ദേവന് കൂടുതൽ ഡിസ്റ്റർബൻസ് ആവില്ലേ? ആ പെണ്ണിനെ പേടിച്ച് ദേവൻ ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട കാര്യമുണ്ടോ? എന്നാര് പറഞ്ഞു അജയ? ദേവൻ അമേരിക്കയ്ക്ക് പോകുകയെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലേ? തീരുമാനിച്ചതുപോലെ പോയിട്ട് വരട്ടെ. വൈദേഹിയുടെ ഓർമ്മകളിൽ നിന്ന് അവനൊരു മോചനം വേണ്ടേ? വൈദേഹിയുടെ രൂപത്തിലുള്ള മറ്റേ പെണ്ണ് പുറകെ നടന്ന ഇവനെ അത് വിഷമിപ്പിക്കും. ദേവൻ ഇവിടെ നിന്ന് പോയെന്ന് കരുതി ആ പെണ്ണിവിടെ വരാതിരിക്കും തോന്നുന്നുണ്ടോ? അവക്ക് പിന്നെ ഇവിടെ എന്ത് കാര്യം? അവള് വരുന്നത് തന്നെ ദേവനെ വലയിലാക്കാനാ. ദേവനെ കയ്യിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ആസ്തി അടിച്ചു മാറ്റണം. കുറച്ചുനാള് ദേവൻ ഇവിടെ ഇല്ലാതിരുന്നാ വേറെ ആരെയും കാണാൻ വരികയില്ല, ആരോടൊന്നും മിണ്ടുകയില്ല. കുറേയേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദേവനിപ്പോ അമേരിക്കയിലേക്ക് പോകുന്നതാ. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചതാ. ഞാനെന്നാ പോയി റെഡി ആവട്ടെ. ദാസ, എന്താ ദാസ ഇതൊക്കെ? എന്റെ കൊച്ചുമോൾ ഇവിടെ കയറി വന്ന് എന്റെ കൊച്ചുമോനെയും കല്യാണം കഴിച്ച് എന്റെ മോളെ എനിക്ക് തിരികെ കൊണ്ടു തന്നു. ഇനി ഈ വീട്ടിലെന്നും സന്തോഷം മാത്രമേ ഉണ്ടാകൂന്ന ഞാൻ കരുതിയേ. ആരുടെ കണ്ണേറി കിട്ടിയതാണോ? എന്റെ കൊച്ചുമോളെ എനിക്ക് നഷ്ടപ്പെട്ടു. മോള് ഭ്രാന്ത് ആശുപത്രിയിലുമായി. അമ്മേ, ഇപ്പൊ എന്റെ ദേവൻ പോലും എന്നെ ഇട്ടിച്ച് പോവാൻ പോവാ. ഞാൻ ആരോട് എന്ത് പാവം ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? ദൈവം എന്തിനാ നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? എന്റെ ദേവൻ തോളൊപ്പം വളർന്നപ്പോ എനിക്കത് വലിയ സമാധാനമായിരുന്നു. ഇന്നവൻ എന്നീ നകന്ന് വീണ്ടും വിദേശത്തേക്ക് പോകുമ്പോ അതിന്റെ ദുഃഖം പോലും എനിക്ക് അവനെ കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്.
അങ്ങനെ അത് കഴിഞ്ഞു. ദൈവം പോവുക. ഇനി ഈ സാമ്രാജ്യം എന്റേതാ. എല്ലാവരും ദേവൻ പോകുന്നതിൽ വിഷമിക്കുമ്പോ നിന്റെ മുഖത്ത് മാത്രം സന്തോഷം കളിയാടുവാണല്ലോ ഊർമിളെ. എന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ അജയ. നിങ്ങളുടെ അച്ഛൻ എന്തിനാ അത്രയേറെ വിഷമിക്കുന്നതെന്നറിയോ? കാലും കൈയും എല്ലാം നന്നായിരിക്കുന്നവൻ ദേ പോവുക. ഒന്നും അനങ്ങാൻ പറ്റാതെ ഇവിടെ ഇരിക്കുന്നവൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലല്ലേ? അതാ അങ്ങേരുടെ വിഷമം. അത് വല്ലതും മനസ്സിലായായിരുന്നോ? എങ്ങനെ മനസ്സിലാവാനാ? കാല് മരവിച്ചപ്പോ തലച്ചോറും മരവിച്ചെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടുകളാ. അജയനൊരു കാര്യം അറിയോ? ഇത്രയും നാളും എനിക്കും ആ വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ വിഷമവും മനസ്സിൽ വെച്ചോണ്ടാ ഞാൻ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കുന്നത്. അത് ഇയാൾക്ക് എവിടുന്ന് മനസ്സിലാവാൻ? അല്ല, അജയേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇതൊക്കെ കണ്ടു കണ്ടില്ല എന്നങ്ങ് പറഞ്ഞ് വിട്ടേക്കണം. മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഇങ്ങനെ വിഷമം തോന്നുന്നേ. അങ്ങ് വിട്ട് കളയുന്നേ, എന്നിട്ട് സന്തോഷായിട്ടിരിക്കും. ഓക്കെ? മാഡം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ വൈശാലിയല്ല, വൈദേഹിയാണ് മാഡം. ദേവൻ എന്റെ ഭർത്താവാ. ദശരഥ രാമവർമ്മയുടെ മരുമോളാ ഞാൻ. ഏയ്, മിണ്ടാതെ അവിടെ ഇരുന്നോണം. നീ ഇന്നലെ മുതലേ തുടങ്ങിയ പുരാണാണല്ലോ, നിർത്താറായില്ലേ ഇതുവരെ? അതല്ല മാഡം, ഞാൻ പറയുന്നതെല്ലാം സത്യമാ. ആരും എന്താ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത? കൊറേ കള്ളക്കഥ പറഞ്ഞോണ്ടിരുന്നാ ഞാനങ്ങ് വിശ്വസിക്കുന്ന കരുതിയേ? അല്ല, സ്വന്തം കൺമുന്നിൽ വെച്ച അയാളുടെ ഭാര്യ മരിച്ചെന്ന് അയാള് തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ ഏത് വകുപ്പിലാ നീ അയാളുടെ ഭാര്യ പറയാ? സത്യമാണ് മാഡം, ഞാൻ തന്നെ ഡേവിഡിന്റെ ഭാര്യ. ഡേവിഡിന്റെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയത് വൈശാലിയ. അയ്യോടാ, ഇന്നലെ തൊട്ട് ഈ കഥകൾ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നിന്റെ അഭ്യാസം പോലീസിന്റെ അടുത്തായോ? ഭർത്താവിനെ കൊന്നത് പോരാഞ്ഞിട്ടാണോ? ഇത്രയും കാലം ആരും ഒന്നും അറിയാതിരുന്നത് നിന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. കൊട്ടാരം വീട്ടിലെ മരുമോള് മരിച്ചു എന്ന് അറിഞ്ഞ ശേഷം പ്ലാൻ ചെയ്തതാവും. എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റാൻ. നീ വൈദേഹിയാണെന്ന് സ്ഥാപിച്ചെടുത്താ കൊട്ടാരം വീട്ടിലെ മരുമകളും ആകാം, കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഉഗ്രം പ്ലാനാണല്ലോ മോളെ. നീ എന്താ കരുതിയേ നിന്റെ ഇത്തരം കള്ളത്തരങ്ങള് പോലീസ് പിടിച്ചെടുക്കില്ലെന്നോ? നീ ആള് മിടിക്കുകയാണല്ലോടി. മുഖം കണ്ട ആരെങ്കിലും പറയോ നീ ഒരു കൊലപാതകയാണെന്ന്? കാണുന്ന പോലെ അല്ല മനസ്സിലിരിപ്പല്ലേ? അല്ല മാഡം, ഇതിന്റെ എല്ലാം പുറകില ചന്ദ്രികയാണ്. കൊള്ളാലോ, പൂച്ചയ്ക്ക് എലി സാക്ഷി പറഞ്ഞതുപോലുണ്ട് ഇത്. ചത്തുപോയ ചന്ദ്രിക എവിടുന്ന് വന്നടി? മാഡം, ചന്ദ്രിക ജീവനോടെ ഉണ്ട്. മതി, നിർത്തി. നിന്റെ കള്ളക്കഥകളും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാ മതി. എന്നെ ഒന്ന് വിശ്വസിക്കും മാഡം, ഞാൻ പറയുന്നതല്ല സത്യം. നിർത്തുന്നുണ്ടോ? എന്തു പറ്റിയിടോ? നിർത്താൻ പറഞ്ഞത് അവളോടാ, നീ പോ. മാഡം, വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്ന് തോന്നുന്നു. മാഡം, പഞ്ചറുണ്ടോ? കോടതിയിലെത്താൻ സമയം വൈകിയല്ലോ. എന്നാലേ പെട്ടെന്ന് പഞ്ചർ ഒട്ടിക്കാൻ നോക്ക്. ശരി മാഡം. നിങ്ങൾ ഇറങ്ങി പുറത്തു നിന്നോ. ആ പെണ്ണിനെ പുറത്തോട്ട് ഇറക്ക്. ഇവരോട് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വൈശാലിയല്ലെന്ന് ഏത് വിധത്തിലാണ് ഞാൻ ഇവർക്ക് തെളിയിച്ചു കൊടുക്കുക? ഇപ്പൊ ഞാൻ കോടതി ചെന്ന് അവിടെ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം? ഞാൻ ഡേവിഡിന്റെ വൈദേഹിയാണെന്ന് ഡേവിഡിന്റെ മനസ്സ് എന്താ പറയാത്തെ? ഉണ്ടാവില്ല.
ദേ ഈ ടയറാ. ഒന്ന് പെട്ടെന്ന് വേണം കേട്ടോ. ദേ ഇപ്പൊ റെഡിയാക്കാം. സ്റ്റെപ്പിനുണ്ടല്ലോ അല്ലേ? ദേവൻ നാളെ തന്നെ അമേരിക്കയ്ക്ക് വിമാനം കയറുക. എത്ര നേരമായിടോ? ദേ ഇപ്പൊ കഴിയും. 5 minutes. കഴിഞ്ഞില്ലേ? കഴിയാറായി മാഡം. ടയർ നല്ലോണം തേഞ്ഞിട്ടുണ്ട്. മാറ്റുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഞ്ചറാവും. താങ്ക് യു. അയ്യോ മാഡം, മാഡം എന്താ ഇവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? മാഡം എന്തിനാ നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തേക്കുന്നത്? എന്താ നിന്നോട് പറയണോ ഞാൻ? വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ വിട്ടു പോകാൻ നോക്ക്. ഏയ് കേറിക്കേ, പെട്ടെന്ന് എല്ലാരും കേറാൻ നോക്ക്. മാഡം മാഡം ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. മാഡം എന്താ പ്രശ്നമെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ? എന്നെ ലാഭം ഞാൻ സഹായിക്കാൻ നോക്കാം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ മാഡം. ഇത് എന്റെ കുടുംബത്തിനകത്തുണ്ടായ വലിയൊരു പ്രശ്നം. ഇതിന് പരിഹാരം കണ്ടെത്താൻ എന്റെ കുടുംബത്തിന് മാത്രമേ പറ്റൂ. മറ്റാർക്കും അതിന് കഴിയില്ല. പറഞ്ഞാലോട്ട് മനസ്സിലാവില്ല എന്ന് മാഡത്തിന് തോന്നുന്നതല്ലേ? പ്രശ്നം എന്തെന്ന് പറഞ്ഞാലല്ലേ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റൂ. പറഞ്ഞോളൂ മാഡം. ഞങ്ങൾക്ക് അവരെ കോടതി കൊണ്ടുപോകണം. നീ ഒന്ന് വഴി മാറിക്കേ. നീ വിചാരിക്കുന്നത്ര പാവമൊന്നും അല്ല ഇവള്. നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല. പോയി നിന്റെ പണി നോക്കടാ. മാഡം അങ്ങനെയല്ല മാഡം. പഞ്ചർ ഒട്ടിക്കാൻ വന്ന ഒരു മെക്കാനിക്ക് നിന്നെ സഹായിക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നീ ഞാൻ വിചാരിച്ചതിനേക്കാളും മുറ്റാണല്ലോ. അങ്ങനെയല്ല മാഡം, ഇവര് വളരെ നല്ലൊരു സ്ത്രീയാ മാഡം. ഡാടാ മതി പോ, അല്ലെങ്കിൽ എനിക്കിപ്പോ നിന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവേണ്ടി വരും. കോൺസ്റ്റബിൾസ് വണ്ടി കയറ്റാൻ നോക്ക്. മാഡം അവരൊരു പാവാ മാഡം. ഡാ നിന്നോട് പോകാനാ പറഞ്ഞേ. ഡ്രൈവർ വണ്ടി എടുക്ക്. ശരി മാഡം. കേറ് കേറ്. എന്താ ഈ പെണ്ണിന്റെ പ്രശ്നം? ചോദിച്ചാലൊട്ടും പറയുന്നുമില്ല. വല്ലാത്തൊരു കടങ്കഥയാണല്ലോ ഇവര്. പറഞ്ഞോ ചന്ദ്രികേ? കോടതി പോയായിരുന്നോ? ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിന്റെ പുണ്യം കൊണ്ട് ഇന്നെനിക്ക് കോടതിയുടെ പടി ചവിട്ടാനുള്ള യോഗം ഉണ്ടായി. ഈ കല്യാണിയമ്മയ്ക്ക് ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇന്ന് കോടതി കയറിയതുകൊണ്ട് നാളെ നമുക്ക് രണ്ടുപേർക്കും ജയിലഴി എണ്ണാതെ കിടക്കാൻ പറ്റും. ജയിലിൽ നിനക്ക് പോവേണ്ടി വരും. ഞാൻ എന്തിനു പോണം? പോവേണ്ടി വരും. നിന്റെ മരുമോള് വൈശാലിയല്ലേ കൊട്ടാരം വീട്ടിൽ ചെന്നത്? അപ്പൊ അതിന് ഉത്തരവാദി നീ തന്നെയാ. കൂട്ടുപ്രതിയായി എല്ലാത്തിനും നീ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം നീ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പൊ എന്റെ തലയിലേക്ക് ഇടുന്നോ? എന്നോട് കളിച്ചാ ചന്ദ്രിക നീ വിവരം അറിയും. കല്യാണിയമ്മേ, നമ്മള് തമ്മിൽ തല്ലുകൂടിയിട്ട്
ഒന്നും നടക്കാൻ പോകുന്നില്ല. കോടതിയില് വൈദേഹി നിന്റെ മരുമോള് വൈശാലിയാണെന്ന് നീ വേണം വരുത്തി തീർക്കാൻ. അതിനുവേണ്ടി കരയോ ബഹളം വെക്കുവോ എന്തെങ്കിലും ചെയ്താ ജഡ്ജിയെ വിശ്വസിപ്പിക്കണം. വൈശാലിയാണ് നിന്റെ മോനെ കുത്തിക്കൊന്നതെങ്കിലും ഇന്ന് അവളുടെ സ്ഥാനത്ത് വൈദേഹി ആ ശിക്ഷയും വാങ്ങിച്ച് ജയിലിൽ പോണം. എന്നാലേ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാനാവും. മറിച്ചാണെങ്കിൽ വൈദേഹി എന്നെയോ നിന്നെയോ വെറുതെ വിടുമെന്ന് കരുതണ്ട. എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ വെച്ചോ, ആരോ വരുന്നുണ്ട്.